ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചെന്ന് പരസ്യമായി സമ്മതിച്ച് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ 2019 മുതൽ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിനെ പിന്തുണച്ചിരുന്നതായും മുരളീധരൻ വെളിപ്പെടുത്തുന്നു. ഇതിൻ്റെ വിവരങ്ങളുമായി ജോഷില ചേരുന്നു. ജോഷില, നിർണായകമായ വെളിപ്പെടുത്തലാണ്, രാഷ്ട്രീയ കേരളത്തെ കുലുക്കുന്ന നിർണായകമായ വെളിപ്പെടുത്തലാണ് കെ മുരളീധരൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. നേരത്തെ ആരോപണങ്ങളായി ഉയർന്നിരുന്ന ഘട്ടങ്ങൾ മാറുന്നു. മുരളീധരൻ അദ്ദേഹത്തിൻ്റെ അനുഭവം അടക്കം വെളിപ്പെടുത്തുന്നു. ജോഷില, മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുമായി കുറച്ചു കാലമായി കോൺഗ്രസ് നല്ല ബന്ധത്തിലാണെന്ന് പ്രസ്താവിച്ചിരിക്കുകയാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാവായ കെ മുരളീധരൻ. ഇത് കോൺഗ്രസിനുണ്ടാക്കുന്ന തിരിച്ചടി വലിയ പ്രശ്നങ്ങളിലേക്ക് കോൺഗ്രസിനെ നയിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം വർഗീയ സംഘടനകളുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവായ കെ മുരളീധരനാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. 2016 വട്ടിയൂർക്കാവിൽ തനിക്കെതിരെ മത്സരിച്ചത് കുമ്മനം രാജശേഖരനാണ്. അന്ന് കുമ്മനം രാജശേഖരനെ തോൽപ്പിക്കാനായി ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടി തനിക്ക് വോട്ട് ചെയ്തു, തന്നെ സഹായിച്ചു എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. 2016 തന്നു, കാരണം കുമ്മനം രാജശേഖരൻ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്നതുകൊണ്ട് 2016 അന്ന് എനിക്ക് പിന്തുണ നൽകിയിരുന്നു. മാത്രമല്ല 2019 വെൽഫെയർ പാർട്ടി ഇന്ത്യയിൽ ആകമാനം കോൺഗ്രസിനെ അധികാരത്തിൽ വരുത്താൻ വേണ്ടി ശ്രമം നടത്തി. ആ ശ്രമത്തിൻ്റെ ഭാഗമായി കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ അവർ തീരുമാനമെടുക്കുകയായിരുന്നു. ഇന്ത്യയിൽ ആകമാനം അത്തരത്തിൽ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു എന്നുള്ള കാര്യവും കെ മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. 2019 മുതൽ അവർ കേന്ദ്രത്തിൽ കോൺഗ്രസ് നയത്തിന് അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തു. 2019 ശേഷം ഇതുവരെ ജമാഅത്തെ ഇസ്ലാമിയുമായി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുമായി, അവരുടെ രാഷ്ട്രീയ സംഘടനയാണ് വെൽഫെയർ പാർട്ടി, ഈ പാർട്ടിയുമായി തങ്ങൾ ബന്ധം തുടരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് കെ മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. 2019 വെൽഫെയർ പാർട്ടി എടുത്ത തീരുമാനം ഇന്ത്യയിൽ എല്ലായിടത്തും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിയെ പിന്താങ്ങാനാണ്. ഇന്ത്യയിൽ മൊത്തത്തിലെടുത്ത തീരുമാനം. എന്തായാലും ഈ ഒരു പ്രസ്താവന, കെ മുരളീധരൻ്റെ ഈ ഒരു പ്രസ്താവന കോൺഗ്രസിൽ ഇനിയുള്ള നാളുകളിൽ വലിയൊരു തലവേദനയായി മാറും. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരി ജോഷില.